ഐസക്കിനെതിരായ ED സമൻസിൽ ഇടപെടാതെ ഹൈക്കോടതി. സമൻസ് റദ്ദാക്കണമെന്ന ഹർജിയിൽ കോടതി ഇടപെട്ടില്ല. എന്തിനാണ് ആശങ്കയെന്ന് ഐസക്കിനോട് കോടതി. കേസ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. കടമെടുപ്പ് പരിധി വിഷയത്തിൽ കേന്ദ്രവും കേരളവും തമ്മിൽ ചർച്ച നടക്കട്ടെ എന്ന് സുപ്രീം കോടതി. ധനമന്ത്രിമാരും ധനകാര്യ സെക്രട്ടറിമാരും ചർച്ച നടത്താൻ നിർദ്ദേശം. ചർച്ചയ്ക്ക് തയ്യാറെന്ന് സർക്കാരുകൾ. ചോദ്യങ്ങൾക്ക് സമയബന്ധിതമായി ഉത്തരം നൽകണമെന്ന ധനമന്ത്രിക്ക് സ്പീക്കറുടെ റൂളിംഗ്. നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ മാറ്റിവെക്കുന്നത് ശരിയായ നടപടിയല്ല. കിഫ്ബിയുടെ വിവരങ്ങൾ കാലതാമസമില്ലാതെ ലഭ്യമാക്കണമെന്നും സ്പീക്കർ. സപ്ലൈകോയെ തകർക്കാൻ ശ്രമമെന്ന് ഭക്ഷ്യമന്ത്രി നിയമസഭയിൽ. കേന്ദ്ര നിലപാടുകൾ സംസ്ഥാനത്തെ ബുദ്ധിമുട്ടിക്കുന്നുവെന്ന് GRRൽ. സർക്കാർ സപ്ലൈകോയ്ക്ക് ദയാവധമൊരുക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ്. അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല. പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. വയനാട്ടിലെ ആളെ കൊല്ലി കാട്ടാനയെ പിടികൂടാനുള്ള ദൗത്യം 4ാം ദിനം. ദൗത്യസംഘം ആനക്കരികിൽ. കാട്ടിക്കുളത്തും പുൽപ്പള്ളിയിലും പ്രതിഷേധവുമായി നാട്ടുകാർ. കണ്ണൂരിൽ കമ്പിവേലിയിൽ കുടുങ്ങിയ കടുവ കൂട്ടിൽ. തൃപ്പൂണിത്തുറ സ്ഫോടനത്തിൽ മജിസ്ട്രീരിയൽ അന്വേഷണം. സബ് കളക്ടർ അന്വേഷിക്കുമെന്ന് ജില്ലാ ഭരണകൂടം. സ്ഫോടനത്തിൽ പരിക്കേറ്റ 4 പേരുടെ നില ഗുരുതരമായി തുടരുന്നു.